Hi friends, welcome back to Rank Booster Pack of Eduooz Academy. Pharmacology drugs used in glaucoma Q&A section ആണ് ട്ടോ ഇന്നത്തെ ക്ലാസ്. So before going to the class, എല്ലാവരും പെട്ടെന്ന് ഓടിപ്പോയി നമ്മുടെ ക്ലാസ് ഒന്ന് കേട്ടിട്ട് വരിക. ക്ലാസ് കേട്ടിട്ട് വന്നാലേ ക്ലാസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരുന്നു ഗ്ലോക്കോമ? ക്ലാസ് കേട്ടവർ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ ഇൻട്രാ ഓക്യുലാർ ടെൻഷൻ കൂടുന്ന കണ്ടീഷൻ അല്ലെ. ഇൻട്രാ ഓക്യുലാർ ടെൻഷൻ പ്രോഗ്രസീവ്ലി കൂടി ആൻഡ് പ്രോഗ്രസീവ്ലി നമ്മുടെ ഓപ്റ്റിക് നെർവ് ഡാമേജ് ആവുന്നു ആൻഡ് അറ്റ് ദ എൻഡ് നമുക്ക് ഐസൈറ്റ് ലോസ് ആവുന്ന കണ്ടീഷൻ ആണ് ഗ്ലോക്കോമ എന്ന് പറയാം. ഇനി നമ്മൾ എന്തൊക്കെയായിരുന്നു ഗ്ലോക്കോമയിൽ പഠിച്ചത്? 2 types of glaucoma ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ആൻഡ് ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ. എന്തായിരുന്നു തമ്മിലുള്ള ഡിഫറൻസ്? നമ്മുടെ അക്വസ് ഹ്യൂമർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നു. ഇത് എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിരിക്കണം. ഈ ഒരു ബാലൻസ് തെറ്റുമ്പോഴാണ് നമുക്ക് IOT കൂടിയിട്ട് ഗ്ലോക്കോമ പ്രസിപിറ്റേറ്റ് ചെയ്യുന്നത് അല്ലെ. സോ അക്വസ് ഹ്യൂമർ ഡ്രെയിൻ ഔട്ട് ചെയ്യുന്ന 2 പാത്വേസ് ഉണ്ട്. ഏതൊക്കെയാ? ട്രാബിക്കുലാർ മെഷ്വർക്കും യുവിയോ സ്ക്ലീറൽ ഔട്ട്ഫ്ലോയും. അതില് ട്രാബിക്കുലാർ മെഷ്വർക്ക് ബ്ലോക്ക് ആവുന്ന കണ്ടീഷൻ ആയിരുന്നു നമ്മുടെ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ. ഇത് രണ്ടും ബ്ലോക്ക് ആവുന്ന കണ്ടീഷൻ ആയിരുന്നു നമ്മുടെ ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറയാം. ഇനി എന്തൊക്കെയാ നമ്മൾ പഠിച്ചത്? ഡ്രഗ്സില് എങ്ങനെയായിരുന്നു ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് വരുന്നത്? ബീറ്റ ബ്ലോക്കേഴ്സ്, ആൽഫ അഗോണിസ്റ്റ്, പ്രോസ്റ്റഗ്ലാൻഡിൻ അനലോഗ്സ്, കാർബോണിക് anhydrase ഇൻഹിബിറ്റേഴ്സ് ആൻഡ് മിയോട്ടിക്സ് അല്ലെ. ഇതിനകത്തുള്ള ഡ്രഗ്സ് ഒന്നും ഞാൻ പറയുന്നില്ല, നമ്മൾ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴേക്കും ഡ്രഗ്സ് എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ? സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ. അതായത് ലൈക്ക് നമ്മുടെ ക്ലാസ് കേട്ടതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ചെയ്യാം. ക്ലാസ് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ കഴിയുമ്പോഴേക്കും ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും ഓർത്തെടുക്കാനായിട്ട് പറ്റും. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂസ് അക്കാഡമി. 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1. Pilocarpine reduces the intraocular tension in open angle glaucoma by contracting sphincter papillae, increasing the tone of ciliary muscle, reducing the aqueous formation, enhancing the uveoscleral outflow. ഇനി പറഞ്ഞേ, എങ്ങനെയാണ് പൈലോകാർപ്പിൻ ഇൻട്രാഓക്യുലാർ ടെൻഷൻ കുറയ്ക്കുന്നത്? സോ പൈലോകാർപ്പിൻ ഏതിലാ വരിക? പൈലോകാർപ്പിൻ കംസ് അണ്ടർ മിയോട്ടിക്സ് അല്ലെ. മിയോട്ടിക്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് നമ്മുടെ പൈലോകാർപ്പിൻ വരുന്നത്. വേറെ ഏതൊക്കെയാ ഉള്ളത്? പൈലോകാർപ്പിൻ, ഫൈസോസ്റ്റിഗ്മിൻ ആൻഡ് ഇക്കോതയോഫേറ്റ്. ഈ 3 ഡ്രഗ്സ് ആയിരുന്നു നമ്മൾ മിയോട്ടിക്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി എങ്ങനെയാണ് പൈലോകാർപ്പിൻ ഗ്ലോക്കോമയിൽ ആക്ട് ചെയ്യുന്നത്? സ്ഫിങ്ക്ചർ പാപ്പിലെ കോൺട്രാക്ട് ചെയ്തിട്ടാണോ? സിലിയറി മസിൽ ടോൺ ഇൻക്രീസ് ചെയ്തിട്ടാണോ? അക്വസ് ഹ്യൂമർ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്തിട്ടാണോ? അതോ യുവിയോസ്ക്ലീറൽ ഔട്ട്ഫ്ലോ ഇൻക്രീസ് ചെയ്തിട്ടാണോ? The answer is option B, increasing the tone of ciliary muscle. Ciliary muscle tone കൂട്ടിയിട്ട് എക്സ്ക്രീഷൻ പ്രൊമോട്ട് ചെയ്യുവാണ് അവര് ചെയ്യുന്നത് അല്ലെ. സോ ബാക്കിയുള്ള കാര്യങ്ങള് സ്ഫിങ്ക്ചർ പാപ്പിലെ കോൺട്രാക്ട് ചെയ്യുന്നില്ല, അക്വസ് ഹ്യൂമർ പ്രൊഡക്ഷനുമായിട്ടോ അതിന്റെ എക്സ്ക്രീഷൻ ഔട്ട്ഫ്ലോയിനെ എൻഹാൻസ് ചെയ്യുന്ന ഒന്നും ചെയ്യുന്നില്ല അല്ലെ. സോ ഇൻ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ മിയോട്ടിക്സ്, ദാറ്റ് ഇസ് പൈലോകാർപ്പിൻ, ഫൈസോസ്റ്റിഗ്മിൻ ആൻഡ് ഇക്കോതയോഫേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, lower the IOT by increasing the ciliary muscle tone. Ciliary muscle tone increase ചെയ്തിട്ടാണ് by increasing the ciliary muscle tone. It causes contractions of smooth muscles in the ciliary body. Ciliary bodyയിലെ muscles എന്ത് ചെയ്യുന്നു? Contract ചെയ്യുന്നു, which may leads to increase in aqueous humor outflow by widening the trabecular meshwork, thereby reducing the intraocular tension. മനസ്സിലായപ്പോ ഇവര് എന്താ ചെയ്യുന്നത്? സിലിയറി മസിൽ ടോൺ, സിലിയറി മസിൽസിനെ കോൺട്രാക്ട് ചെയ്യുന്നു, thereby trabecular meshwork വഴിയുള്ള എക്സ്ക്രീഷൻ പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പൊ മെയിൻ ആയിട്ടുള്ള ലൈക്ക് വാട്ട് ഇസ് ദ മെക്കാനിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ they will increase the tone of ciliary body and thereby decreasing the intraocular tension and can be used for the treatment of glaucoma. Okay, clear ആയല്ലോ? Question number 2. What is the normal value of intraocular tension? IOT യുടെ normal value എത്രയായിരുന്നു? പെട്ടെന്ന് പറഞ്ഞേ. 20 to 60 mm of Hg, 10 to 20 mm of Hg, 20 to 40 mm of Hg, 5 to 10 mm of Hg. The answer is, it is 10 to 20 mm of Hg. Option B is the correct answer അല്ലേ. So intraocular pressure or intraocular tension, IOT or IOP, is a pressure exerted by the
fluids inside the eye. കണ്ണിനുള്ളിലെ fluid exert ചെയ്യുന്ന pressure ആണ് intraocular pressure എന്ന് പറയാം. Aqueous humor, vitreous humor അല്ലേ? The normal range of intraocular pressure is typically considered to be between 10 to 20 mm of Hg, millimeters of mercury. Option B is a correct answer as it falls within the range, within the generally accepted normal range. Maintaining a stable intraocular pressure is crucial for the health of eye. Okay, അപ്പോൾ normal range എത്രയാണ്? ഈ ഒരു amount, ഈ ഒരു range എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുക. Elevated intraocular pressure leads to conditions like നമ്മുടെ glaucoma അല്ലെ, which may result in damage of the optic nerve and loss of vision. Clear ആയല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 3 നമുക്ക് നോക്കാം. What is the primary mechanism of action of ocular prostaglandin analogs in the treatment of glaucoma? Ocular prostaglandin analogs ന്റെ mechanism of action എന്താണ്? ഇവർ എന്ത് ചെയ്യുന്നു? Ocular prostaglandin analogs ഏതൊക്കെയാ? Prostaglandin analogs, prostil എന്ത് ചെയ്യുന്ന ഡ്രഗ്സ് അങ്ങനെ നമ്മൾ പഠിച്ചത് അല്ലെ. ലറ്റനോപ്രോസ്, ബിമറ്റോപ്രോസ്റ്റ്, ട്രാവോപ്രോസ്റ്റ് ഒക്കെ ആയിരുന്നു. ഇനി ഓപ്ഷൻസ് നോക്കി. ഓപ്ഷൻ എ ഇൻഹിബിഷൻ ഓഫ് ബീറ്റ അഡ്രിനർജിക് റിസപ്റ്റർ, ഓപ്ഷൻ ബി ഇൻക്രീസ്ഡ് ഔട്ട്ഫ്ലോ ഓഫ് അക്യൂസ് ഹ്യൂമർ, ഓപ്ഷൻ സി കൺസ്ട്രിക്ഷൻ ഓഫ് പ്യൂപ്പിൾ, ഓപ്ഷൻ ഡി സെപ്പറേഷൻ ഓഫ് ആൽഫ അഡ്രിനർജിക് റിസപ്റ്റർ. What is the correct answer? The answer is option B, increased outflow of aqueous humor. Aqueous humor ന്റെ excretion enhance ചെയ്യുവാണ്, അവരുടെ outflow കൂട്ടിയാണ് ചെയ്യുന്നത്. Inhibition of beta adrenergic receptors ആണോ? അല്ല, അത് beta blockers ആണ് അല്ലെ. Then constriction of pupil അല്ല, miotics constriction ചെയ്യുന്നുണ്ട്, പക്ഷെ അതെല്ലാം exact mechanism നമ്മൾ already പറഞ്ഞതാണ്. Ciliary muscle നെ tone increase ചെയ്തിട്ടാണ്. Suppression of alpha adrenergic receptor, alpha blocker നമ്മൾ യൂസ് ചെയ്യുന്നില്ല, alpha agonist ആണ് യൂസ് ചെയ്യുന്നത്. നോക്കി നമ്മുടെ rationale നോക്കാം. Ocular prostaglandin analogs like latanoprose work by increasing the outflow of aqueous humor. Aqueous humor ന്റെ outflow, അതിന്റെ excretion increase ചെയ്യുന്നു. They do this by relaxing the ciliary muscles and opening the trabecular meshwork, facilitating the drainage of fluid from the eye. Thereby എന്താണ് കണ്ണിനുള്ളിലുള്ള aqueous humor, external aqueous humor ന്റെ drainage അവർ പ്രൊമോട്ട് ചെയ്യുന്നു. Increased drainage helps to reduce the intraocular pressure. അപ്പോൾ എക്സ്ട്രാ ഉള്ള ഫ്ലൂയിഡ് പോകുമ്പോഴേക്കും IOP reduce ചെയ്യുന്നു. That is a key factor in the glaucoma management. Okay, അപ്പൊ എന്താ പറഞ്ഞത്? നമ്മുടെ ലറ്റാനോപ്രോസ്, ബിമറ്റോപ്രോസ്, ട്രാവോപ്രോസ്റ്റ് പോലുള്ള പ്രോസ്റ്റഗ്ലാൻഡിൻ അനലോഗ്സ് എന്ത് ചെയ്യുന്നു? ചെറിയ ഡോസിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഒക്യുലാർ ഇൻഫ്ലമേഷൻ പ്രൊഡ്യൂസ് ചെയ്യാണ്ട് അവർ എന്ത് ചെയ്യും? IOT റെഡ്യൂസ് ചെയ്യും. ഹൗ? They will increase the outflow of aqueous humor and can be effectively used in the treatment of glaucoma. Clear ആയല്ലോ? Question number 4. Timolol eye drops are preferred over pilocarpine eye drops by glaucoma patients because എന്തുകൊണ്ട്? Timolol is a beta blocker നമുക്കറിയാം, and it is used in the treatment of glaucoma. Pilocarpine is a miotic that is also used in the treatment of glaucoma. പക്ഷേ Timolol are preferred over pilocarpine. എന്തുകൊണ്ടാണ്? ഓപ്ഷൻസ് നോക്കി. It is Timolol is more effective than pilocarpine. Timolol act by enhancing the uveoscleral outflow. Timolol produces less ocular side effects and there are no contraindications to the Timolol. എന്തുകൊണ്ടാണ് Timolol യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബീറ്റ ബ്ലോക്കർ മിയോട്ടിക്സിനേക്കാളും മേലെ യൂസ് ചെയ്യുന്നത്? എന്തുകൊണ്ടാ? They have less ocular side effect. Option C is the correct answer അല്ലെ. Ocular side effects comparing to the miotics, beta blockers നെ കുറവാണ്. മിയോട്ടിക്സ് എന്ന് പറയുമ്പോൾ മിയോസിസ് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കൂടി വരും അല്ലെ. പീപ്പിൾ കൺസ്ട്രക്ട് ചെയ്യും, സോഡിയം ലൈറ്റ്ലി വിഷൻ ബുദ്ധിമുട്ടാവും, കാറ്ററാക്ട് ഉള്ള പേഷ്യൻസിന് അത് ബുദ്ധിമുട്ടാവും, മയോപ്പിയ യങ്ങർ ആൾക്കാരിലാണെങ്കിൽ മയോപ്പിയ ഇൻഡ്യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പൈലോകാർപ്പിന് ഉണ്ടായിരുന്നു. ഓർക്കില്ലേ, നമ്മളൊരു ടേബിൾ ആയിട്ട് തന്നെ ബീറ്റ ബ്ലോക്കേഴ്സിന്റെ അഡ്വാൻറ്റേജ് ലാസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ടിമലോളിന് ഒക്യുലാർ സൈഡ് ഇഫക്ട്സ് കമ്പയറിംഗ് ടു ദ പൈലോകാർപ്പിൻ ഇറ്റ് ഇസ് ലെസ്. Then the preference of timolol over pilocarpine among glaucoma patients is primarily based on the perception that timolol produces fewer and less bothersome ocular side effect. Timolol is a non-selective beta blocker, beta adrenergic antagonist that reduces intraocular pressure by decreasing the production of aqueous humor. അപ്പോൾ IOP എങ്ങനെയാണ് ബീറ്റ ബ്ലോക്കർ കുറയ്ക്കുന്നത്? ബീറ്റ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്നു, thereby IOP യുടെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ബീറ്റ റിസപ്റ്റേഴ്സ് IOP യുടെ പ്രൊഡക്ഷനുമായിട്ട്, IOP യുടെ അല്ല നമ്മുടെ അക്യൂസ് ഹ്യൂമർ പ്രൊഡക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു. സോ ബീറ്റ ബ്ലോക്കറിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോഴേക്കും അക്യൂസ് ഹ്യൂമർ reduction കുറയും. So IOP intraocular tension, intraocular pressure reduce ചെയ്യും. These drops are generally associated with the
milder and better tolerated ocular side effects such as ocular burning. Mild side effects ആണ് വരുന്നത്. Ocular burning, stinging. This contributes to more comfortable experience for the patients. Okay, on the other hand, pilocarpine എന്ത് സംഭവിക്കുന്നു? It's a miotic agent that constricts the pupil and increases the trabecular outflow. അങ്ങനെയാണ് അവർ ആക്ട് ചെയ്യുന്നത്. It causes more noticeable, potentially bothersome ocular side effects. കൂടുതലായിട്ടുള്ള ocular side effects ഉണ്ടാവും. Like blurred vision, difficulties with night vision, changes in the pupil size, ഇതെല്ലാം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമ്മള് ടിമലോൾ ആണ് പൈലോകാർബിനേക്കാളും മേലെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ക്ലിയർ ആയല്ലോ. സോ ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് ടിമലോൾ പൈലോകാർബിനേക്കാളും യൂസ് ചെയ്യുന്നു എന്നുള്ളത്. ക്ലിയർ ആയല്ലോ. നമുക്ക് 5th ക്വസ്റ്റ്യൻ നോക്കാം. ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ് ലോവർ ദ ഇൻട്രാഓക്കുലർ ടെൻഷൻ ബൈ, ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലെ. ബീറ്റ ബ്ലോക്കേഴ്സ് എങ്ങനെയാണ് IOP റെഡ്യൂസ് ചെയ്ത് ഗ്ലോക്കോമയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? Options നോക്കി. Down regulating the adenyl cyclase in ciliary body through reduced activation of beta 2 receptors, constricting ciliary body vessels, blocking adrenergic action on the trabecular meshwork, reducing aqueous formation unrelated to the beta adrenoreceptor mediation. എങ്ങനെയായിരുന്നു ബീറ്റ 2 ബ്ലോക്കേഴ്സ് ആക്ട് ചെയ്യുന്നത്? ടിമലോൾ, ബീറ്റോക്സലോൾ ഒക്കെ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാ? They will block the beta 2 receptors or by down regulating the adenyl cyclase in the ciliary body through reduced activation of beta 2 receptors. Okay, so this is option A is the correct answer. Beta adrenergic receptors are present in the ciliary body. Appo ciliary body il beta receptors undu, especially beta 2 receptors undu, and their activation, appo beta 2 receptors activate cheyyumbozhana endu sambhavikkum? Cyclic AMP ide amount koodum, enzyme adenyl cyclase vadi cyclic AMP ide amount koodum. Increase the cyclic AMP endu sambhavikkunnu? It will result in the stimulation of ion transport mechanism that contribute to the aqueous humor production. Allengil cyclic AMP koodum aqueous humor reduction കൂടുന്നു. ബീറ്റ ബ്ലോക്കേഴ്സ് എന്ത് ചെയ്യുന്നു? ബീറ്റ അഡ്രിനർജിക് റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്നു. അഡിനൈൽ സൈക്ലേസ് ആക്ടിവേഷൻ റെഡ്യൂസ് ചെയ്യുന്നു, leading to the decreased cyclic AMP levels. So reduction in cyclic AMP result to decreased aqueous humor reduction, leading to the lowering of intraocular pressure. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? സോ ബീറ്റ ബ്ലോക്കർ എങ്ങനെ ആക്ട് ചെയ്യുന്നത്? They will block the beta receptor which is responsible for the production of aqueous humor. So thereby beta blockage will causes reduction in the production of aqueous humor, reduction in intraocular tension, treatment of glaucoma use ചെയ്യാം. Clear ആയില്ലേ? Question number 6. Agonistic action on which of the following adrenergic receptor located on ciliary epithelial cells reduces the aqueous secretion? Question എന്താ പറഞ്ഞത്? Agonistic action of which adrenoreceptor ciliary epithelial cells-ലുള്ള ഏത് റിസപ്റ്ററിന്റെ അഗോണിസ്റ്റിക് ആക്ഷൻ വഴിയാണ് aqueous humor secretion കുറയുന്നത്? അപ്പോൾ അഗോണിസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഡ്രഗ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഏതൊക്കെയാ ഡ്രഗ്? ബീറ്റ ബ്ലോക്കർ, ആൽഫ അഗോണിസ്റ്റ്, യെസ്. പ്രോസ്റ്റഗ്ലാൻഡിൻ അനലോഗ്, കാർബോണിക് anhydrase ഇൻഹിബിറ്റർ, മിയോട്ടിക്. നമ്മൾ പറഞ്ഞത് ഏതാ? ആൽഫ അഗോണിസ്റ്റ്. ഇനി ആൽഫ അഗോണിസ്റ്റ് തന്നെ ആൽഫ റിസപ്റ്റേഴ്സ് തന്നെ ആൽഫ 1 ഉണ്ട്, ആൽഫ 2 ഉണ്ട്. നമുക്ക് കൺഫ്യൂഷൻ ആയി. ഓപ്ഷൻസ് നോക്കാം. ബീറ്റ 1 റിസപ്റ്റർ, ബീറ്റ 2 റിസപ്റ്റർ, ആൽഫ 1 റിസപ്റ്റർ, ആൽഫ 2 റിസപ്റ്റർ. ഏത് ആൻസർ എന്ന് അറിയോ? ബീറ്റ അഗോണിസ്റ്റിക് ആക്ഷൻ അല്ല, ബീറ്റ ബ്ലോക്കിംഗ് ആക്ഷൻ ആണ് വരുന്നത്. സോ എ അല്ല, ബി അല്ല. സി ആണോ ഡി ആണോ? The correct answer is option D, alpha 2 receptor. അല്ലെ? സോ അഗോണിസ്റ്റിക് ആക്ഷൻ ഓൺ ആൽഫ 2 റിസപ്റ്റർ ആണ് നമുക്ക് ആന്റി ഗ്ലോക്കോമ ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അഗോണിസ്റ്റിക് ആക്ഷൻ ഓൺ ആൽഫ 2 adrenergic receptor located on ciliary epithelial cells reduces the aqueous humor secretion in the eye. Here is the explanation how it works എന്ന് നമുക്ക് നോക്കാം. alpha 2 receptor when activated, alpha 2 receptors activate ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? They will inhibit the release of norepinephrine, leading to the reduction in the sympathetic activity. അഡ്രിനാലിന്റെ റിലീസിനെ അവർ കുറയ്ക്കുക ചെയ്യുന്ന ആൽഫ അഗോണിസ്റ്റിക് ആക്ഷൻ വഴി. നമുക്ക് ആൽഫ 2 എന്ന് പറയുമ്പോൾ ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ വരുന്നുണ്ടെന്ന് നമ്മൾ സിമ്പത്താറ്റിക് സിസ്റ്റത്തിൽ പാരാസിമ്പത്താറ്റിക് സിസ്റ്റത്തിൽ പഠിച്ചതാണ് അല്ലെ? സിമ്പത്താറ്റിക് സിസ്റ്റത്തിൽ. ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് ഐസ് ciliary epithelial cells, activation of alpha 2 receptor result in decreased cyclic AMP. alpha 2 ന്റെ ആക്ഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ alpha 2 receptors activated ആകുമ്പോൾ cyclic AMP ന്റെ എമൗണ്ട് കുറയും. Reduction in the cyclic AMP levels leads to decrease in the production of aqueous humor by the ciliary epithelial cells. അപ്പോൾ cyclic AMP ന്റെ എമൗണ്ട് കുറയുമ്പോൾ production of aqueous humor reduce ചെയ്യും. Net effect is reduction in aqueous humor secretion which contributes to a decrease in intraocular pressure. മനസ്സിലായോ? അതായത് ബീറ്റ 2നും ഇതേ ആക്ഷൻ ആണ്, പക്ഷെ ബീറ്റ 2 ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് ഈ ആക്ഷൻ വരുന്നത്. ആൽഫ റിസപ്റ്റർ അഗോണിസ്റ്റിക് ആക്ഷൻ ആണ് വരുന്നത്. ആൽഫ 2ന് ബൈൻഡ് ചെയ്യുമ്പോഴാണ് പ്രൊഡക്ഷൻ ഓഫ് അക്യൂസ് ഹ്യൂമർ റെഡ്യൂസ് ചെയ്യുന്നത്.
Okay, question number 7. To be used as a topically applied ocular beta blocker, a drug should have following properties except. അതായത് എന്താ ക്വസ്റ്റൻ എന്താ, ടോപ്പിക്കലി ഒക്യുലാർ ബീറ്റ ബ്ലോക്കർ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ താഴെ പറയുന്ന പ്രോപ്പർട്ടീസിൽ ഏതാണ് വേണ്ടാത്തത് ഫോർ എ ഡ്രഗ് ഫോർ എ ബീറ്റ ബ്ലോക്കർ. അതായത് ബീറ്റ ബ്ലോക്കറിന് നമുക്ക് ഒക്യുലാർ ബീറ്റ ബ്ലോക്കർ ആയിട്ട് ടോപ്പിക്കലി യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതിലില്ലാത്തത് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. Strong local anesthetic activity, high lipophilicity, high ocular capture, low systemic activity. അപ്പോൾ നോക്കിയേ, ലോ സിസ്റ്റമിക് ആക്ടിവിറ്റി വേണം, അതുകൊണ്ടാണ് നമ്മൾ ടോപ്പിക്കലി അപ്ലൈ ചെയ്യുന്നത്. ഹൈ ഒക്യുലാർ ക്യാപ്ചർ ആൻഡ് ഹൈ ലിപ്പോഫിലിസിറ്റി ഉറപ്പായിട്ടും വേണം. ഹൈ ലിപ്പോഫിലിസിറ്റി ഉണ്ടെങ്കിൽ അത് ഒക്യുലാർ ക്യാപ്ചർ കൂടുതലായിട്ട് വരത്തുള്ളൂ. സ്ട്രോങ് ലോക്കൽ അനസ്തെറ്റിക് ആക്ടിവിറ്റി വേണ്ട, അതിന്റെ ആവശ്യമില്ല. സ്ട്രോങ് ലോക്കൽ അനസ്തെറ്റിക് ആക്ടിവിറ്റി ആണെങ്കിൽ കോർണിയയുടെ സെൻസിറ്റിവിറ്റി പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. When selecting a drug for topical application as an ocular beta blocker, certain properties are desirable to ensure the effectiveness and safe use. നമുക്ക് ഓരോ ഓപ്ഷൻ ആയിട്ടും ഡിസ്കസ് ചെയ്യാം. സ്ട്രോങ് ലോക്കൽ അനസ്തെറ്റിക് ആക്ടിവിറ്റി ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് റിക്വയർഡ് ഫോർ ഒക്യുലാർ ബീറ്റ ബ്ലോക്കർ. അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല. ദേ ആർ യൂസ്ഡ് ടു റെഡ്യൂസ്. എന്തിനു വേണ്ടിയിട്ടാണ് ബീറ്റ ബ്ലോക്കേഴ്സ് യൂസ് ചെയ്യുന്നത്? IOP റെഡ്യൂസ് ചെയ്താൽ മതി, അനസ്തെറ്റിക് ആക്കേണ്ട കാര്യമില്ല. ബൈ പ്രൈമർലി ടാർഗറ്റിംഗ് ദ സീലിയറി ബോഡി ആൻഡ് റെഡ്യൂസിംഗ് ദി aqueous humor production. Local anesthetic activity is unrelated to the mechanism of action needed for IOP reduction. If the drug local anesthetic ആണെങ്കിൽ corneal hypoesthesia പോലുള്ള കണ്ടീഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. Then high lipophilicity is desirable because it helps the drugs to penetrate the cornea and reach the target tissues within the eye more effectively. അല്ലെ, ഹൈ ലിപ്പോഫിലിസിറ്റി ഉള്ള ഡ്രഗ്സ് ആണെങ്കിൽ കോർണിയ പെനിട്രേറ്റ് ചെയ്ത് കണ്ണിലേക്ക് തന്നെ കറക്റ്റ് എത്തി ആക്ടിവിറ്റി തരത്തുള്ളൂ. സെയിം തന്നെയാണ് ഹൈ ഒക്യുലർ ക്യാപ്ചറിലും വരുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് ഡ്രഗ് ഇസ് റീറ്റൈൻഡ് ഇൻ ദ ഐ ആഫ്റ്റർ ആപ്ലിക്കേഷൻ. ആഫ്റ്റർ ആപ്ലിക്കേഷൻ കണ്ണിൽ ഒക്യുലർ ക്യാപ്ചർ, കണ്ണിലേക്ക് തന്നെ ഡ്രഗ്സ് കൂടുതൽ എമൗണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ സസ്റ്റൈൻ തെറാപ്യൂട്ടിക് ഇഫക്ട്സ് ആൻഡ് റെഡ്യൂസ്ഡ് സിസ്റ്റമിക് അബ്സോർപ്ഷൻ. Then low systemic activity. Low systemic activity is crucial to minimize the potential for systemic side effects. നമുക്ക് കണ്ണിൽ ഒഴിക്കുമ്പോൾ നമുക്ക് സിസ്റ്റമിക് സൈഡ് ഇഫക്ട്സ് വരാൻ പാടില്ല അല്ലെ. എസ്പെഷ്യലി ബീറ്റ ബ്ലോക്കേഴ്സിന്റെ കേസിൽ സിസ്റ്റമിക് സൈഡ് ഇഫക്ട്സ് വരും. അപ്പൊ അതിൽ ഏറ്റവും കുറവ് സിസ്റ്റമിക് സൈഡ് ഇഫക്ട്സ് ഉള്ളതായിരിക്കും നമ്മൾ ഒക്യുലാർ ബീറ്റ ബ്ലോക്കർ ആയിട്ട് ചൂസ് ചെയ്യുന്നത് അല്ലെ. എന്തുകൊണ്ടാണ് വരുന്നത്? കാരണം ഇവർ ബീറ്റ ബ്ലോക്കേഴ്സ് ആണ്. ബീറ്റ ബ്ലോക്കേഴ്സ് ഹാർട്ടിലൊക്കെ കാണുന്നുണ്ട് അല്ലെ, ബീറ്റ റിസെപ്റ്റേഴ്സ്. സോ ആന്റി ഹൈപ്പർടെൻസീവ് ആയിട്ടൊക്കെ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ സിസ്റ്റമിക് സൈഡ് ഇഫക്ട്സ് ആയിട്ട് കുറഞ്ഞത് മാത്രമേ നമുക്ക് ഒക്യുലാർ ബീറ്റ ബ്ലോക്കർ ആയിട്ട് ocular anti-glaucoma drug ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. The goal is to have the drug primarily act locally within the eye and avoid significant systemic absorption, which could lead to adverse effects on the other parts of body അല്ലേ. സോ കണ്ണിൽ മാത്രം ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്, സിസ്റ്റമിക് സൈഡ് എഫക്ട്സ് കുറഞ്ഞത്. In summary, the correct answer is option A, that is strong local anesthetic activity is not a necessary property for ocular beta blocker. The focus is on factors such as lipophilicity, ocular capture, low systemic activity ഒക്കെയാണ് നമ്മൾ എടുക്കുന്നത്, അല്ലാണ്ട് anesthetic activity നമ്മൾ ചെക്ക് ചെയ്യാറില്ല. Okay, question number 8. Betaxolol differs from timolol in that betaxolol and timolol, both of them are beta blocker and both of them are used for the treatment of glaucoma. Ocular beta blocker ആണ്. എന്താണ് ഡിഫറൻസ്? Betaxolol is a beta-1 selective blocker. It is more efficacious in glaucoma, produce less ocular side effects, is longer acting. What is the main difference between betaxolol and timolol? Betaxolol is a beta-1 selective blocker അല്ലെ. കാർഡിയാക് സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കറിൽ വരുന്നതാണ് നമ്മുടെ ബീറ്റാക്സോലോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കാർഡിയാക് സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ആയതുകൊണ്ട് തന്നെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലൊക്കെ ഉള്ള ആക്ടിവിറ്റീസ് കുറവായിരിക്കും. നമ്മൾ പഠിച്ച ക്ലാസ് ഓർക്കുന്നില്ലേ? അതുകൊണ്ട് തന്നെ ആസ്മാറ്റിക് പേഷ്യൻസിലൊക്കെ നമുക്ക് എടുക്കാം, എന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല അല്ലെ. അപ്പൊ അതിനെയാണ് റാഷണൽ പറഞ്ഞത്. Betaxolol is a cardioselective beta blocker, meaning it has a higher affinity for beta-1 adrenoreceptors comparing to the beta-2 receptors. അപ്പൊ beta-1 receptors എവിടെയാണ് കാണുന്നത്? ഹാർട്ടിലാണ് കാണുന്നത്. beta-1 selective preferentially block these receptors. The selectivity of beta-1 receptor is intended to minimize the impact on beta-2 receptor found in other tissues such as bronchi, which could be important in individuals with a respiratory condition. അതായത് എന്തുകൊണ്ട് കാർഡിയോ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രഗിനെ നമ്മൾ കണ്ണിന് വേണ്ടിയിട്ട് ഒക്യുലാർ ബീറ്റ ബ്ലോക്കർ ആയിട്ട് യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അസ്മാറ്റിക് പേഷ്യൻസിനൊക്കെ, അസ്മ പോലുള്ള പേഷ്യൻസിന് beta-2 റിസപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്ത് ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ് ആണെങ്കിൽ അവർക്ക് അത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. beta-2 ബ്ലോക്കേഴ്സ് ആണെങ്കിൽ ആസ്മ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് beta-1 സെലക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗിനെ നമ്മൾ ഗ്ലോക്കോമയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത്. Question number 9.
സെലക്ട് ദ ലോങ്ങർ ആക്ടിങ് ഒക്യുലാർ ബീറ്റ ബ്ലോക്കർ. ലോങ്ങർ ആക്ടിങ് ഏതാണ്? നമ്മൾ 4 ബീറ്റ ബ്ലോക്കേഴ്സ് പഠിച്ചിട്ടുള്ളൂ അല്ലെ? ടിമലോൾ, ബീറ്റോക്സലോൾ, കാർട്ടിയോലോൾ, CARTEO ആണ്, കാർട്ടിയോലോൾ, ലിവോബ്യൂനലോൾ. അതില് ലോങ്ങർ ആക്ടിങ് ഏതാണ്? What is the correct answer? Option D is the correct answer. Levobunolol is the longer acting beta blocker. Timolol പോലെ തന്നെയാണ്, പക്ഷെ once daily കൊടുത്താൽ മതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? So levobunolol is a non-selective beta blocker, meaning non-selective എന്ന് പറയുമ്പോൾ എന്താ? It will block both beta 1 and beta 2 receptor. Beta 1 നെയും block ചെയ്യും, beta 2 നെയും block ചെയ്യും. Is known for its longer duration of action, allowing for less frequent dosing, usually once or twice a day. Usually once a day ആണ്, twice വരാറില്ല, once a day തന്നെയാണ് കൊടുക്കുന്നത്. Compared to some other ocular beta blocker, longer duration of action can contribute to improved patient compliance and convenience in the management of conditions like glaucoma. Longer duration ഉള്ളപ്പോൾ patient compliance ഉറപ്പായിട്ടും കൂടും. ഒരു തവണ യൂസ് ചെയ്താൽ മതി, 2 തവണ യൂസ് ചെയ്യുന്നതിനേക്കാളെന്ന് പറയുമ്പോൾ പേഷ്യന്റ് കംപ്ലയൻസ് ഡെഫിനറ്റ്ലി കൂടും. സോ ലോങ്ങർ ആക്ടിംഗ് ഒക്യുലാർ ബീറ്റ ബ്ലോക്കർ ഏതാണ്? ഇറ്റ് ഇസ് levobunolol. It is actually a derivative of timolol itself. Comparatively, timolol as a non-selective beta blocker is commonly used to ocular beta blocker with a duration of action that is typically requires twice daily. Twice daily ആണ് timolol കൊടുക്കാറുള്ളത്. Betoxolol cardio-selective beta blocker ആണ്, beta 1 blocker ആണ്, may have shorter duration of action ആണ് comparing to the other one. Cartiolol is a non-selective beta blocker. It is duration of action is typically intermediate action ആണ് വരുന്നത്. Longer acting ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ the answer is levobunolol. Okay, question number 10. The following is an alpha-2 adrenergic agonist used as eye drops to lower intraocular tension. Alpha-2 adrenergic agonist ഏതാണ്? For lowering the IOP, intraocular pressure കുറയ്ക്കണം. അതായത് ഗ്ലോക്കോമയുടെ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുന്ന ആൽഫ അഗോണിസ്റ്റ് ഏതാണ്? ബീറ്റ ബ്ലോക്കർ, ആൽഫ അഗോണിസ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചത്. ആൽഫ അഗോണിസ്റ്റ് ഏതൊക്കെയായിരുന്നു? ഡിപ്പിവെഫ്രിൻ, പിന്നെ ഏതൊക്കെയാ ഓപ്ഷൻസ് നോക്കുമ്പോൾ കിട്ടും. ബ്രിൻസോലമൈഡ്, ബാംബ്യൂട്ടറോൾ, ബ്രിമോണിഡിൻ, ലറ്റാനോപ്രോസ്റ്റ്. ഏതാ ആൻസർ? ഡിപ്പിവെഫ്രിൻ. And the second one was, it is brimonidine അല്ലെ? Brimonidine ആയിരുന്നു അല്ലെ second one. Brimonidine is an alpha-2 adrenergic agonist which is used in the treatment of നമ്മുടെ glaucoma. Okay, then brinzolamide, zolamide, it is a carbonic anhydrase inhibitor. It is also used in the treatment of glaucoma. Bambuterol എന്ന് പറയുന്നത് ബീറ്റ അഗോണിസ്റ്റ് ആണെന്നേ ഉള്ളൂ, പക്ഷെ നമ്മൾ ഗ്ലോക്കോമയുടെ ട്രീറ്റ്മെന്റുമായിട്ട് വരുന്നില്ല. Brimonidine is alpha-2 agonist. Then latanoprost is a prostaglandin analog. It is also used in the treatment of glaucoma. Okay, so brimonidine is an alpha-2 adrenergic agonist that is commonly used as eye drops to lower the intraocular pressure. Then brinzolamide carbonic anhydrase inhibitor ആണ്, IOT reduce ചെയ്യും. എങ്ങനെയാ? aqueous humor production കുറച്ചിട്ട്. It is not an alpha-2 adrenergic agonist. Then bambuterol is beta-2 agonist ആണ്, പക്ഷെ അത് എന്തെയില്ല, ബീറ്റ ബ്ലോക്കേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ? ബീറ്റ-2 agonist മെയിൻലി ബ്രോങ്കോഡയലേറ്റർ ആയിട്ടും റെസ്പിറേറ്ററി കണ്ടീഷൻസിന്റെ ഒക്കെ ട്രീറ്റ്മെന്റ്, ആസ്മാറ്റിക് കണ്ടീഷൻസിന്റെ ഒക്കെ ട്രീറ്റ്മെന്റ് ആയി യൂസ് ചെയ്യുന്നത്. IOP കുറയ്ക്കാനല്ല. ലെറ്റനോപ്രോസ്റ്റ് പ്രോസ്റ്റഗ്ലാൻഡിൻ അലോഗ് ആണ്, ഇത് IOP കുറയ്ക്കാനായിട്ട് പറ്റും, പക്ഷെ ഇവര് alpha-2 agonist ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്. Okay, so brimonidine is a correct answer, which is alpha-2 agonist used in the treatment of glaucoma. Then question number 11. Which of the following is a prodrug of adrenaline used topically in the treatment of glaucoma? What is a prodrug of adrenaline? It is brimonidine, dipivefrin, phenylpropanolamine, dorzolamide. What is the answer? The prodrug of adrenaline which is used in the treatment of glaucoma is dipivefrin. Option B is a correct answer. Dipivefrin is a prodrug of adrenaline or epinephrine and is used topically in the treatment of glaucoma. Okay, എന്തുകൊണ്ടാണ് ഡിപ്പിവെഫ്രിൻ യൂസ് ചെയ്യുന്നത്? What is the mechanism of action? It is a prodrug, that means it is metabolized in the eye to release active compound. അതായത് ഡിപ്പിവെഫ്രിൻ മെറ്റബോളൈസ് ചെയ്തിട്ട് ആക്റ്റീവ് കോമ്പൗണ്ട് ആയിട്ടുള്ള അഡ്രിനാലിനായിട്ട് മാറും. വൺസ് അബ്സോർബ്ഡ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഡിപ്പിവെഫ്രിൻ എസ്റ്ററൈസസ് എൻസൈമിന്റെ പ്രസൻസിലാണ് മെറ്റബോളൈസ് ചെയ്ത് അഡ്രിനാലിനായിട്ട് മാറുന്നത്. ഇതിനാണ് adrenergic receptors that act on the adrenergic receptors in the eye and they will reduce the IOP. The pharmacological effects of adrenaline included in the reduction of intraocular pressure by increasing the outflow of aqueous humor. Aqueous humor ne outflow excretion കൂട്ടിയിട്ട് intraocular pressure adrenaline കുറയ്ക്കും. അതുകൊണ്ട് തന്നെ adrenaline prodrug ആയിട്ടുള്ള dipivefrin നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. Then on the other hand, brimonidine
is alpha 2 adrenergic agonist. It is also alpha agonist, പക്ഷേ adrenaline prodrug അല്ല. adrenaline prodrug ആയിട്ടുള്ള alpha agonist ഏതാണെന്ന് ചോദിച്ചാൽ it is dipivefrin. Then phenylpropanolamine is an alpha adrenergic agonist തന്നെയാണ്, പക്ഷേ വേറെ പർപ്പസ് ആണ് വരുന്നത്. nasal decongestion ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഗ്ലോക്കോമയ്ക്ക് അല്ല. ആൻഡ് ഡോർസോളമൈഡ് കാർബോണിക് anhydrase ഇൻഹിബിറ്റർ ആണ്. അഡ്രിനാലിന്റെ ഗ്ലോക്കോമയുടെ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യും, പക്ഷേ അഡ്രിനാലിന്റെ പ്രോഡ്രഗ് അല്ല. ഓക്കെ, അതായത് ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ അതില് ബ്രിമോണിഡിൻ, ഡിപ്പിവെഫ്രിൻ, ഡോർസോളമൈഡ് ഇത് മൂന്നും ഗ്ലോക്കോമയുടെ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യും. ഫിനൈൽപ്രോപ്പനോലമൈൻ ആൽഫ അഗോണിസ്റ്റ് ആണെന്നേ ഉള്ളൂ, ഗ്ലോക്കോമയുടെ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുന്നില്ല. ബാക്കിയുള്ള നോക്കുമ്പോൾ ബ്രിമോണിഡിൻ നമ്മുടെ ആൽഫ അഗോണിസ്റ്റ് ആണ്, ഡിപ്പിവെഫ്രിനും ആൽഫ അഗോണിസ്റ്റ് ആണ്. അതിൽ അഡ്രിനാലിന്റെ പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡിപ്പിവെഫ്രിൻ. ഡോർസോളമൈഡ് ഇസ് നമ്മുടെ ബാക്കിയുള്ള ഡ്രഗ് ലൈക്ക് കാർബോണിക് anhydrase ഇൻഹിബിറ്റർ ആണ്. It is also used in the treatment of glaucoma. Question number 12. Epraclonidine is a clonidine cognate which is used. എന്തിനു വേണ്ടിയിട്ടാണ് എപ്രാക്ലോണിഡിൻ യൂസ് ചെയ്യുന്നത്? To suppress opioid withdrawal syndrome, to suppress menopausal syndrome, as analgesic, to reduce the intraocular tension. Epraclonidin is an alpha agonist which is used in the treatment of glaucoma, that is to reduce the intraocular tension. അല്ലെ, ആൽഫ അഗോണിസ്റ്റിൽ 3 ഡ്രഗ് നമ്മൾ പറഞ്ഞിരുന്നു ഓൾറെഡി. 2 ഡിസ്കഷൻ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസിൽ കഴിഞ്ഞു. ഡിപ്പിവെഫ്രിൻ, ബ്രിമോണിഡിൻ ആൻഡ് നമ്മുടെ എപ്രാക്ലോണിഡിൻ. Okay, it is an alpha 2 adrenergic agonist that is used in ophthalmology to reduce the intraocular pressure. അതെങ്ങനെ ആക്ട് ചെയ്യുന്നത്? ആൽഫ 2 റിസപ്റ്ററിൽ അഗോണിസ്റ്റിക് ആക്ഷൻ വരുന്നു, റിസൾട്ടിംഗ് ഇൻ റെഡ്യൂസിംഗ് ദ അക്യൂസ് ഹ്യൂമർ പ്രൊഡക്ഷൻ ആൻഡ് കോൺസിക്വന്റ്ലി ഡിക്രീസിംഗ് ദ IOP. അക്യൂസ് ഹ്യൂമറിന്റെ പ്രൊഡക്ഷൻ കുറയുന്നു ആൻഡ് thereby intraocular tension കുറയുന്നു. Okay, next question. Dorzolamide is a topically applied ocular carbonic anhydrase inhibitor, second generation sulfonylurea hypoglycemic, topical sulfonamide antibacterial, luminal amibacide. Zolamide is which drug? Carbonic anhydrase inhibitor. And ഡോർസോലമൈഡ് നമ്മൾ ടോപ്പിക്കലി യൂസ് ചെയ്യുന്ന അസറ്റസോളമൈഡ് ആണ് ഓർലി കൊടുക്കാറ്. ഡോർസോലമൈഡ് നമ്മൾ ടോപ്പിക്കലി അപ്ലൈ ചെയ്യും to the eyes for the treatment of glaucoma. It is option A is the correct answer. It is indeed dorzolamide is indeed a carbonic anhydrase inhibitor specifically formulated for the topical, അതായത് ocular യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ഫോർമുലേറ്റ് ചെയ്തതാണ് നമ്മുടെ ഡോർസോലമൈഡ്. It is used to lower the IOP in conditions such as glaucoma and other ocular hypertension. Okay, so by inhibiting the enzyme, ഇതിന് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ബൈകാർബണേറ്റ് അയൺ റെഡ്യൂസ് ചെയ്യില്ല. ബൈകാർബണേറ്റ് അയൺ ഉണ്ടെങ്കിൽ അക്യൂസ് ഹ്യൂമർ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. thereby അക്യൂസ് ഹ്യൂമറിന്റെ പ്രൊഡക്ഷനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അക്യൂസ് ഹ്യൂമറിന്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ intraocular tension കുറയും. so that we can be used it in the treatment of glaucoma. Clear ആയല്ലോ? Question number 14. Choose the correct statement about latanoprost. Prost ഇപ്പൊ ഏതിലാ വരിക? Prostaglandin analog ആണ്, that can be used in the treatment of glaucoma. നമുക്കറിയാം മെക്കാനിസം ആണ് ക്വസ്റ്റ്യൻ. What is the correct statement എന്നുള്ളതാണ്. It is a PGF2-alpha derivative used in glaucoma. It is selective alpha 1 blocker used in benign hypertrophy of prostate. It is 5-alpha reductase inhibitor used to reduce the size of enlarged prostate gland. It is a PGE2 analog used intravenously for cervical priming. ഏതാണ് ആൻസർ? It is used as a treatment of glaucoma. It is PGF2-alpha derivative. നമ്മൾ ഓൾറെഡി ക്ലാസിഫിക്കേഷനിൽ പഠിച്ചതാണ് അല്ലേ? So latanoprost is a prostaglandin PGF2-alpha analog that is used in ophthalmology to lower the intraocular pressure. Okay, കോമൺലി എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഗ്ലോക്കോമ, ഒക്യുലർ ഹൈപ്പർടെൻഷൻ, അതിന്റെ ട്രീറ്റ്മെന്റ് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് വർക്ക്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു? ഔട്ട്ഫ്ലോ, അക്യൂസ് ഹ്യൂമറിന്റെ എക്സ്ക്രീഷൻ ഔട്ട്ഫ്ലോ കൂട്ടുകയാണ് ചെയ്യുന്നത്. thereby intraocular pressure ലാറ്റാനോപ്രോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്കത് ഗ്ലോക്കോമയുടെ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യാം. എക്സ്ക്രീഷൻ കൂട്ടുകയാണ് ലാറ്റാനോപ്രോസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ക്വസ്റ്റ്യൻ നമ്പർ 15. Select the diuretic that is most effective in acute congestive glaucoma. ഇതിന് ആൻസർ പറഞ്ഞേ. ക്ലാസ് കേട്ടവർ മാത്രമേ ഇത് പറയുള്ളൂ കേട്ടോ. നോർമലായിട്ട് പഠിച്ചവർക്കും ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ആയിരിക്കും എല്ലാവരും പഠിക്കുക. ആ ഒരു 4 കാറ്റഗറി ഓഫ് ഡ്രഗ് ആയിരിക്കും പഠിക്കുക. ഇത് വിട്ടുപോകുന്ന ഒരു പോർഷൻ ആണ്. ഡയൂററ്റിക് ഇഫക്റ്റീവ് ഇൻ അക്യൂട്ട് കൺജസ്റ്റീവ് ഗ്ലോക്കോമ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഡയൂററ്റിക് നോക്കുമ്പോൾ കാർബണിക് anhydrase inhibitor is a diuretic. It can be used in the treatment of glaucoma. നമ്മൾ അതിലേക്കായിരിക്കും പോകുന്നത്. പക്ഷെ അത് റോങ് ആൻസർ ആണ്. നോക്കി, ഇന്റാപമൈഡ്, അമിലോറൈഡ്, മാനിറ്റോൾ, ഫ്യൂറോസിമൈഡ്. ഇതിലിപ്പോ കാർബണിക് anhydrase inhibitors ഓപ്ഷൻസിൽ വരാത്തതുകൊണ്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നില്ല. പക്ഷെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പോയി അസറ്റസോളമൈഡ്, ഡോർസോളമൈഡ് കുത്തിയാണ്. പക്ഷെ എന്തുകൊണ്ട് അത് മിസ്റ്റേക്ക് ആവുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ, സെലക്ട് ദി ഡയൂററ്റിക് മോസ്റ്റ് ഇഫക്റ്റീവ് ഇൻ
acute congestive glaucoma. പെട്ടെന്ന് ഗ്ലോക്കോമ വരുവാണ്. ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ നമ്മൾ പഠിച്ചു തോർക്കുന്നുണ്ടോ? പെട്ടെന്ന് മിഡ്രിയാസിസ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത് ലൈക്ക് ഇൻട്രാocular ടെൻഷൻ ഒരു 40 to 60 mm വരെ അത്രത്തോളം ഇൻക്രീസ് ചെയ്യുവാണ്. അക്യൂട്ട് കണ്ടീഷൻ ആണ് അല്ലെ. അത് നമ്മൾ എമർജൻസി ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ഐസൈറ്റ് ലോസ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. മിയോട്ടിക്സ് ഒക്കെ നമ്മൾ കൊടുക്കും. പ്ലസ് അവിടെ കൊടുക്കുന്ന ഡ്രഗ്സിൽ വരുന്ന ഫസ്റ്റ് വൺ ആയിരുന്നു നമ്മുടെ hypertonic mannitol is also a osmotic diuretic. മനസ്സിലായോ? സോ ഡയൂറിറ്റിക് ആണ്. യെസ്, ഇറ്റ് ഇസ് എ diuretic in the treatment of acute congestive glaucoma. The answer is hypertonic mannitol. Okay, it is an osmotic diuretic. Mannitol diuretic ആണ്, അതെല്ലാവർക്കും അറിയാലോ അല്ലേ. It is often used in the emergency treatment of acute congestive glaucoma or angle closure glaucoma or closed angle glaucoma. In this, there is a sudden increase in the IOP, 20 to 60 mm of Hg. Actually, it is 40 to 60 mm of Hg, leading to symptoms such as severe eye pain, blurred vision, headache ഇതൊക്കെ ഉണ്ടാവും. Okay, so അതുകൊണ്ട് തന്നെ നമുക്ക് mannitol യൂസ് ചെയ്യേണ്ടി വരും. 20% hypertonic mannitol is administered intravenously. 1.5 to 2 gram per kilogram ആണ് നമ്മുടെ ഡോസ്. ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു? ബൈ ക്രിയേറ്റിംഗ് ഒരു ഓസ്മോട്ടിക് ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. വാട്ടർ കണ്ണിൽ നിന്നും ഡ്രോ ഔട്ട് ചെയ്ത് ഇൻട്രാocular ടെൻഷൻ കുറയ്ക്കും. ഓക്കെ, ഇൻ ഓസ്മോട്ടിക് ഇറ്റ്സ് ഓസ്മോട്ടിക് ഇഫക്ട്, അതായത് ഓസ്മോസിസ് വഴി വെള്ളം എവിടെയാണോ കൂടുതലുള്ളത്, വാട്ടർ എവിടെയാണോ കൂടുതലുള്ളത് അവിടുന്ന് excrete ചെയ്യുവാണ് ഇവർ ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ഡിക്രീസ് ദ വോളിയം ഓഫ് ദ വിട്രിയസ് ചേംബർ ആൻഡ് റിലീവ് ദ പ്രഷർ ഓൺ ദ ഒപ്റ്റിക് നെർവ്. ഓക്കെ, അപ്പോൾ പ്രഷർ കുറച്ച് ഒപ്റ്റിക് നെർവിന്റെ പ്രഷർ കുറയ്ക്കും. ഈ എക്സ്ട്രാ ഉള്ള ഫ്ലൂയിഡ് പുറത്തേക്ക് കളയാനായിട്ട് ഇവര് ഹെൽപ്പ് ചെയ്യും. സോ mannitol is a diuretic. It is a osmotic diuretic. It is most effectively used in the treatment of acute congestive glaucoma or closure angle closure glaucoma. Okay, clear ആയല്ലോ? ഈ ക്വസ്റ്റ്യൻ മാർക്കില്ലല്ലോ. Question number 16. Which class of drug was historically common as first line treatment for the open angle glaucoma treatment but has been largely replaced by the newer agents? അതായത് പണ്ട് ഫസ്റ്റ് ലൈൻ ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്തിരുന്നു, ഇപ്പോ പുതിയ ഏജൻസ് വെച്ച് റീപ്ലേസ് ചെയ്തു. വാട്ട് ഇസ് ദ ആൻസർ? മിയോട്ടിക് ഐ ഡ്രോപ്സ്, ocular alpha adrenergic agonist, ocular beta adrenergic blocker, carbonic anhydrase inhibitor. ഏതായിരുന്നു ഫസ്റ്റ് ലൈൻ ഡ്രഗ് ആയിട്ട് പണ്ട് യൂസ് ചെയ്തിരുന്നു പക്ഷെ ഇപ്പൊ റീപ്ലേസ് ചെയ്തു വിത്ത് അതർ ഡ്രഗ്സ്? ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, ocular adrenergic blockers. Ocular adrenergic blockers. Okay, so ocular beta blockers like timolol, betoxolol പോലുള്ള ഡ്രഗ് was historically commonly used first line agents ആയിരുന്നു for open angle glaucoma. They reduces the IOP by decreasing the production of aqueous humor. എങ്ങനെയാ? ബീറ്റ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്നു, ഡൗൺ റെഗുലേറ്റ് ചെയ്യുന്നു, അഡെനൈൽ സൈക്ലേസ് ഉണ്ടാവില്ല, അതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് അല്ലെ. സോ ബീറ്റ റിസപ്റ്റേഴ്സ് ആണ് aqueous humor പ്രൊഡക്ഷൻ ചെയ്യുന്നത്. സോ അതിനെ ബ്ലോക്ക് ചെയ്യുമ്പോഴേക്കും aqueous humor പ്രൊഡക്ഷൻ വരുന്നില്ല. However, newer agents ആയിട്ടുള്ള പ്രോസ്റ്റഗ്ലാൻഡിൻ അനലോഗ്സ് ആണ് ഇപ്പൊ പ്രിഫർ ചെയ്യുന്നത്. Once daily dosing, fewer systemic side effects. കാരണം എന്തുകൊണ്ടാണ് ബീറ്റ ബ്ലോക്കേഴ്സിനെ മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റ റിസപ്റ്റർ ബ്ലോക്കേഴ്സ് ആണ്. സോ അവര് സിസ്റ്റമിക് സൈഡ് എഫക്ട്സ് കൂടുതലാണ്, സിംപ്റ്റാറ്റിക് സൈഡ് എഫക്ട്സ് കൂടുതലായിട്ട് കാണിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 17. Which of the following surgical procedure is not associated with the treatment of glaucoma? ഏത് സർജിക്കൽ പ്രൊസീജിയർ ആണ് ഗ്ലോക്കോമയുടെ ട്രീറ്റ്മെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യാത്തത്? ഓപ്ഷൻസ് നോക്കി. ഓപ്ഷൻ എ ലേസർ trabeculoplasty, option B trabeculectomy, option C thymectomy, option D canaloplasty. സോ നമ്മുടെ ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമയുടെ ഒരു പെർമനന്റ് സൊല്യൂഷൻ ആയിരുന്നു സർജറീസ് അല്ലെ. അപ്പൊ സർജറീസ് കുറെ സർജറീസ് ഉണ്ട്, അതിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ ഏതാണെന്നറിയോ? ഓക്കെ, ലേസർ trabeculoplasty. സോ trabecular മെഷർ, നമുക്ക് ഈ ഒരു ടേംസ് ഒന്നും അറിയില്ല എങ്കിൽ കൂടി നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം അല്ലെ. trabeculoplasty, സോ ഓഫ് കോഴ്സ് ഗ്ലോക്കോമയുടെ ട്രീറ്റ്മെന്റ് മേ ബി യൂസ് ചെയ്യാം. trabeculectomy അതും സെയിം തന്നെയാണ്. canaloplasty, യെസ്, കെനാൽസ് ഇതിന്റെ എക്സ്ക്രീഷൻ കെനാൽസിൽ ചെയ്യുന്ന സർജറീസ് തന്നെയാണ് അല്ലെ. അപ്പോൾ അവിടെയുള്ള ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് തൈമക്ടമി. തൈമക്ടമി നമ്മൾ പഠിച്ചിട്ടുണ്ട് വേറെ എവിടെയോ, തൈമസ് ഗ്ലാൻഡ് റിമൂവ് ചെയ്യുന്നത്. എവിടെയാ തൈമക്ടമി പഠിച്ചത്? മയസ്തീനിയ ഗ്രേവിസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെ. അത് ഗ്ലോക്കോമയുടെ ട്രീറ്റ്മെന്റ് ആണോ? അല്ല. സോ ഓപ്ഷൻ സി ഇസ് ദ
Correct answer. It is not a standard surgical intervention for glaucoma. It is a surgical procedure associated with the conditions like a myasthenia gravis. Myasthenia gravis അതായത് ബോഡി തന്നെ നമ്മുടെ മസിൽ സെൽസിന് എഗൻസ്റ്റ് ആയിട്ട് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്ത് മസിൽ കോൺട്രാക്ഷൻ നടക്കാണ്ട് മസിൽ പാരലൈസ്ഡ് ആവുന്ന കണ്ടീഷനാണ് മൈസ്തീനിയ ഗ്രേവിസ്. ഇറ്റ്സ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ അല്ലെ. അന്നേരം തൈമസ് ഗ്ലാൻഡ് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. തൈമസ് ഗ്ലാൻഡിനെ നമ്മൾ സർജിക്കലി റിമൂവ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ അത് ഗ്ലോക്കോമയുടെ ട്രീറ്റ്മെന്റ് വരുന്നതല്ല. Surgical procedures for glaucoma may include laser trabeculoplasty, trabeculectomy, and canaloplasty, which are aimed to improve the drainage of aqueous humor from the eye. കണ്ണിൽ നിന്നും നമ്മുടെ aqueous humor ഡ്രെയിനേജ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർജറീസ് ആണ് ബാക്കി 3 ഓപ്ഷൻസ്. ടൈമെക്ടമി നമ്മുടെ മൈസ്തീനിയ ഗ്രേവിസിന്റെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളിൽ വരുന്നത്. Question number 18. Which class of glaucoma medications associated with the potential side effect of darkening the color of iris and increasing the eyelash length? അതായത് കുറെ ക്ലാസ് ഓഫ് ഗ്ലോക്കോമ മെഡിക്കേഷൻസ് നമുക്കറിയാം. ആൽഫ അഗോണിസ്റ്റ്, ബീറ്റ ബ്ലോക്കർ, പ്രോസ്റ്റഗ്ലാൻഡിൻ അനലോഗ്സ്, കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ്, മിയോട്ടിക്സ് ഒക്കെ നമുക്കറിയാം. അതിൽ ഏത് ഡ്രഗ് ആണ്, ഏത് ക്ലാസ് ഓഫ് ഡ്രഗ് ആണ് നമ്മുടെ ഡാർക്കനിങ് ഓഫ് ദ കളർ ഓഫ് ഐറിസിന്റെ കളർ ഡാർക്കൻ ചെയ്യുന്നത്, ഐലാഷിന്റെ ലെങ്ത് കൂട്ടുന്നത്, ഐലാഷ് തിക്കൻ ചെയ്യിക്കുന്നത് ഏത് കാറ്റഗറി ഓഫ് ഡ്രഗ് ആണ്? ഓപ്ഷൻസ് നോക്കി. ഒക്യുലാർ പ്രോസ്റ്റഗ്ലാൻഡിൻ അനലോഗ്സ്, ഒക്യുലാർ ആൽഫ അഡ്രെനർജിക് അഗോണിസ്റ്റ്, ഒക്യുലാർ ബീറ്റ അഡ്രെനർജിക് ബ്ലോക്കർ, കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റർ. ഏതായിരുന്നു? നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞതായിരുന്നു അല്ലെ. ഐറിസിന്റെ കളർ ചേഞ്ചസ് ഉണ്ടാക്കും, ഐലാഷസിന്റെ തിക്കൻ ചെയ്യും, അതിന്റെ ലെങ്ത് കൂടും. ഏതായിരുന്നു? യെസ്, ഒക്യുലാർ പ്രോസ്റ്റഗ്ലാൻഡിൻ അനലോഗ്സ്. ഓപ്ഷൻ എ ഈസ് എ കറക്റ്റ് ആൻസർ. ലറ്റാനോപ്രോസ്റ്റ്, ബിമറ്റോപ്രോസ്റ്റ്, ട്രാവോപോസ്റ്റ് പോലുള്ള ഡ്രഗ് ആയിരുന്നു നമുക്ക് എന്തുണ്ടാക്കുന്നത്, ഐലാഷസ് ഒക്കെ ലെങ്തൻ ചെയ്യിക്കുന്നത്, തിക്കൻ ചെയ്യിക്കുന്നത്, ഐറിസിന് ഡാർക്കൻ ചെയ്യിക്കുന്നത്. ഒക്യുലാർ പ്രോസ്റ്റഗ്ലാൻഡിൻ അനലോഗ്സ് ലൈക്ക് ലറ്റാനോപ്രോസ് causes changes in the iris color and increased eyelash length as its side effects. Okay, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ക്ലാസ് കേട്ടവർക്ക് പെട്ടെന്ന് മനസ്സിലായി കാണും. Question number 19. Which glaucoma medication is known to cause a reduction in the heart rate as a potential side effect? ഏത് ഗ്ലോക്കോമ മെഡിക്കേഷൻ ആണ് ഹാർട്ട് റേറ്റ് കുറച്ച് അതൊരു സൈഡ് ഇഫക്റ്റ് ആയിട്ട്, പൊട്ടൻഷ്യൽ സൈഡ് ഇഫക്റ്റ് ആയിട്ട് റിഡക്ഷൻ ഇൻ ഹാർട്ട് റേറ്റ് വരുന്നത്? ഏതിലായിരിക്കും? ഓപ്ഷൻസ് ഒന്നും നോക്കാണ്ട് തന്നെ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ അല്ലെ. നോക്കി എന്നാലും ഒക്യുലാർ പ്രോസ്റ്റഗ്ലാൻഡിൻ അനലോഗ്സ്, ഒക്യുലാർ ആൽഫ 2 അഡ്രെനർജിക് അഗോണിസ്റ്റ്, ഒക്യുലാർ ബീറ്റ അഡ്രെനർജിക് ബ്ലോക്കർ, കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റർ. ഹാർട്ട് റേറ്റ് കുറയ്ക്കുന്നത് ഇതിലേതാണ്? Answer is option C, beta blocker. Beta blocker നമുക്കറിയാം ഇറ്റ് ഇസ് ഹൈപ്പർടെൻഷന്റെ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുന്നതാണ്. സോ ഡെഫിനറ്റ്ലി അതിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് എന്ത് വരുന്നുണ്ട്? ഹാർട്ട് റേറ്റ് കുറയും, BP കുറയും എന്നൊക്കെ ഉള്ളത് വരുന്നുണ്ട് അല്ലെ. സോ ഹിയർ ഓൾസോ ബീറ്റ ബ്ലോക്കേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അതിന് എന്ത് വരും? കാർഡിയാക് സൈഡ് ഇഫക്ട്സ് വരും അല്ലെ, പൊട്ടൻഷ്യൽ കാർഡിയാക് സൈഡ് ഇഫക്ട്സ് വരും. എസ്പെഷ്യലി ബീറ്റ 1 സെലക്റ്റീവ് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും കാർഡിയാക് സൈഡ് ഇഫക്ട്സ് അവിടെ വന്നിരിക്കും. സോ അതാണ് which glaucoma medication is known to cause a reduction in heart rate, potential side effects എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it is ocular beta blocker. Okay, ocular prostaglandin analogs in ഹാർട്ടുമായിട്ട് റിലേഷൻ വരുന്നില്ല. ആൽഫ അഗോണിസ്റ്റ് ആണ്, സോ ഒരിക്കലും ഹാർട്ട് റേറ്റ് കുറയ്ക്കുകയല്ല, മേ ബി കൂട്ടാം. കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സും അതുമായിട്ട് വരുന്നില്ല. Okay, so ocular beta adrenergic blockers such as timolol can be systemically absorbed and may lead to a reduction in the heart rate as its side effects. Simple question അല്ലേ. And the last question, which glaucoma medication is associated with the potential side effect of blurred vision, ocular hyperemia? ഏത് ഗ്ലോക്കോമ മെഡിക്കേഷൻ ആണ് ലൈക്ക് ബ്ലഡ് വിഷൻ, ഒക്യുലാർ ഹൈപ്പറീമിയ പോലുള്ള സൈഡ് ഇഫക്ട്സ് ഉണ്ടാക്കുന്നത്? ഒക്യുലാർ പ്രോസ്റ്റഗ്ലാൻഡിൻ അനലോഗ്സ്, ഒക്യുലാർ ആൽഫ 2 അഡ്രെനർജിക് അഗോണിസ്റ്റ്, ഒക്യുലാർ ബീറ്റ 2 അഡ്രെനർജിക് ബ്ലോക്കേഴ്സ്, കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റർ. ഏതാണെന്നറിയോ? ബ്ലഡ് വിഷൻ ഒക്കെ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഡ്രഗ് ആയിരുന്നു നമ്മുടെ പ്രോസ്റ്റഗ്ലാൻഡിൻ അനലോഗ്സ്, ലറ്റാനോപ്രോസ്, ബിമറ്റോപ്രോസ്. ഒക്കെ ഒരുപാട് സൈഡ് ഇഫക്ട്സ് ഉണ്ട് അല്ലെ. നമ്മൾ നേരത്തെ പറയുന്നു ഐലാഷസ് ഒക്കെ ഡാർക്കൻ ചെയ്യും, പിഗ്മെന്റേഷൻ കൂട്ടും, ആൻഡ് ഓൾസോ ബ്ലഡ് വിഷൻ, ഒക്യുലാർ ഹൈപ്പറീമിയ പോലുള്ള സൈഡ് ഇഫക്ട്സ് ഉണ്ടാക്കും. സോ ഒക്യുലാർ പ്രോസ്റ്റഗ്ലാൻഡിൻ അനലോഗ്സ് ലൈക്ക് ലറ്റാനോപ്രോസ് may be causing blurring of vision, increased pigmentation, thickening and darkening of eyelashes as the side effects. Okay, അപ്പോൾ അതുകൊണ്ട് തന്നെ
ലൈക് പൊട്ടൻഷ്യൽ ഒക്യുലാർ സൈഡ് ഇഫക്ട്സ് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഒക്യുലാർ പ്രോസ്റ്റഗ്ലാൻഡിൻ അനലോഗ്സ് ലൈക് ലറ്റാനോപ്രോസ്, ബിമറ്റോപ്രോസ്, ട്രാവോപ്രോസ് പോലുള്ള ഡ്രഗ്സ്. ഓക്കെ, അപ്പൊ 20 ക്വസ്റ്റ്യൻസ് ആണ്. 20 ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. അപ്പൊ എല്ലാവർക്കും ക്ലാസ് കേട്ട ഒരു ഫീൽ ഉണ്ടായിരിക്കും അല്ലെ? ഇതുകൊണ്ടാണ് പറയുന്നത് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അറ്റ്ലീസ്റ്റ് ഫുള്ള് ക്ലാസ്, ഇപ്പൊ നമ്മൾ ഇന്നലെയാണ് നമുക്ക് ക്ലാസ് കിട്ടിയത്, ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ക്ലാസ് കേട്ടില്ല എങ്കിലും അറ്റ്ലീസ്റ്റ് ആ ഒരു നോട്ട്സ് ഉണ്ടല്ലോ, നമ്മൾ നിങ്ങൾക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് വായിച്ചിട്ട് വരിക, Q&A സെക്ഷൻ ഡിസ്കസ് ചെയ്യുക. എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും എക്സ്പ്ലനേഷൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഓർമ്മ വരുന്നതായിരിക്കും. ഈ ഒരു രീതിയിൽ എല്ലാവരും ഫോളോ ചെയ്യുക. പെട്ടെന്ന് തന്നെ എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ കയറി ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാവട്ടെ. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.